അമ്മ, കുഞ്ഞനപ്പം ഇവിടെ നിന്നത്. അമ്മേ, അപ്പോ വന്നല്ലോ അമ്മേ. ഇപ്പോ വരൂ അമ്മേ. യജമാനെ, നോക്കൂ. അമ്മേ, നോക്കൂ. സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. അങ്ങനെ അവിടെ നടന്ന ആദ്യ അത്ഭുതം പലരും അറിഞ്ഞു തുടങ്ങി. അന്ന് പരിശുദ്ധ കന്യകാ മാതാവ് ഹൈന്ദവ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഇന്ന് അമ്മക്കുളം എന്ന് അറിയപ്പെടുന്നു. ഈ അമ്മക്കുളമാണ് വേളാങ്കണ്ണി എന്ന വളരെ മനോഹരമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആരംഭസ്ഥാനം. ഈ അമ്മക്കുളത്തിലാണ് 450 വർഷങ്ങൾ കടന്നും വറ്റാതെ നീരുറവ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നു എന്നുള്ളതിനാൽ ഇന്നും അവിടെ എത്തുന്ന തീർത്ഥാടകർ കുപ്പികളിലുമൊക്കെയായി അവർ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നു. പാൽക്കാരനായ ബാലന് പ്രത്യക്ഷപ്പെട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു ദർശനം മോര് വിൽപ്പനക്കാരനായ ബാലന് ലഭിച്ചത് വേളാങ്കണ്ണിക്ക് ലഭിച്ച അത്ഭുതം തന്നെയാണ്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം വേളാങ്കണ്ണിയിലെ ചിറ്റൂരിൽ പാവപ്പെട്ട ഒരു വിധവ ജീവിച്ചിരുന്നു. അവരുടെ മകൻ ജന്മനാ മുടന്തനായിരുന്നു. ജീവിക്കാൻ വേണ്ടി ആ വിധവ സ്ത്രീ നടുത്തിട്ട് എന്ന സ്ഥലത്ത് തന്റെ മകൻ ചപ്പാണിയെയും മോര് നിറച്ച പാനയും കൊണ്ടുവച്ച് മകനോട് വിൽക്കുവാൻ പറഞ്ഞു. നടുത്തിട്ട് എന്ന സ്ഥലം ഗ്രാമത്തിന് പുറത്തുള്ള ഒരു ഉയർന്ന പ്രദേശമാണ്. അവിടെ ചില കൂറ്റൻ മരങ്ങളുണ്ട്. ആ വഴിയെ സഞ്ചരിച്ച ആളുകൾ ആ മരങ്ങളുടെ തണലിൽ ഇരിക്കാറ് പതിവായിരുന്നു. മുടന്തനായ ബാലൻ ഒരു മരത്തിന് താഴെ ഇരുന്നാണ് മോര് വിൽപ്പന നടത്താറ്. എടാ വൈരക്കണ്ണേ, ഇവിടെ വാ. എന്താടാ ഇവിടെ വാടാ. എന്താടാ മുടവാ, കച്ചവടം എങ്ങനെ പോകുന്നു? എടാ എന്നെ മോഡവെന്ന് വിളിക്കല്ലേ, ഞാനിപ്പോ നടക്കുന്നടാ. എങ്ങനെ ഒന്ന് നടന്നേ. ഇത് വെച്ചിട്ട് ആര് നടക്കും? അമ്മേ, എനിക്ക് നാട് മേയ്ക്കാൻ നന്നായിരിക്കും. എടാ വൈരക്കണ്ണ്, എനിക്ക് വേണോണ്ടാ, താടാ. ഡേ വൈരക്കണ്ണ്, എനിക്ക് വേണോണ്ടാ. പോടാ, പിന്നെ തരാം. ഡാ വൈരക്കണ്ണ്, ഒന്ന് താടാ, ഞാൻ പിന്നെ കരയും. എന്റെ കാല് പകരം വെച്ചത് അതും എടുത്തിട്ട് പോലെ. അമ്മയോട് പറയും. അമ്മേ വിളിക്കടാ, നീ വിളിക്കേ, ഉറക്കെ വിളി. അമ്മേ, അമ്മേ വിളിക്കടാ. വയലിൽ പോയിരിക്കുന്ന നിന്റെ അമ്മ കേക്കുവോളം വിളിക്ക്. അമ്മേ, അമ്മേ, അമ്മേ. திடீரென்று ஒரு பேரொளி தோன்றியது. ഒരു ദിവസം പെട്ടെന്ന് അവന്റെ മുൻപിൽ ആ പ്രദേശമാകെ പ്രത്യേകമായ പ്രകാശം പരന്ന് നന്മയുടെ പ്രതീകമായ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് ബാലൻ അത്ഭുതപ്പെട്ടു. മാതാവ് തന്റെ കയ്യിലുള്ള കുഞ്ഞിന് നൽകാൻ അല്പം മോര് ആവശ്യപ്പെട്ടു. സിരിത് മോർത്ത. ആനന്ദവാനായ ബാലൻ സന്തോഷത്തോടെ കുഞ്ഞിന് മാതാവിന്റെ കയ്യിൽ മോര് നൽകി. മാതാവ് അത് കുഞ്ഞിന് നൽകി. മോര് നൽകിയ ബാലന് പ്രത്യുപകാരമായി സുഖം പ്രാപിപ്പിച്ചു. മാതാവ് ബാലനോട് ഒരു സഹായം ചോദിച്ചു. ബാലൻ സുഖം പ്രാപിച്ചു. ആരോഗ്യ മാതാവ് ആ മകനോട് സൗഖ്യവാക്കുകൾ പറഞ്ഞു. മുടന്തുള്ള കാലുകൾക്ക് ബലം നൽകി. എന്തൊരത്ഭുതം! ബാലൻ എഴുന്നേറ്റ് നിന്നു, നടന്നു, ഓടി.
നാഗയിൽ താമസിച്ചിരുന്ന കത്തോലിക്ക പുരോഹിതനോട് താൻ സുഖം പ്രാപിച്ചത് സാക്ഷ്യപ്പെടുത്തി. പുരോഹിതൻ ആ രാത്രിയിൽ മാതാവ് തന്റെ പുത്രനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത് ദർശിച്ച് അവിടെ ആരാധനാലയം പണിയാൻ തീരുമാനിച്ചു. നാട്ടുകാരുടെ സഹകരണത്തോടെ നാഗ ഗ്രാമത്തലവന്റെ നേതൃത്വത്തിൽ മൺചുവര് കെട്ടി ഓല കൊണ്ട് മേൽക്കൂര കെട്ടി കൊച്ചു ആരാധനാലയം പണിതു. പരിശുദ്ധ അമ്മയുടെ സഹായത്തോടു കൂടിയ ആ ബാലകന്റെ മുടന്ത് മാറിയത് മെല്ലെ മെല്ലെ എല്ലാ ദിശകളിലും അറിയാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ നിർദ്ദേശിച്ച സ്ഥലത്തിലാണ് ആ സമ്പന്നൻ പുല്ലുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പണിഞ്ഞു. അന്നു മുതൽ ആ ദേവാലയത്തെ ആരോഗ്യമാതാ ദേവാലയം എന്നറിയപ്പെട്ടു. കർത്താവ് പരിശുദ്ധ അമ്മ വഴിയെ തിരഞ്ഞെടുത്ത ഈ സ്ഥലത്തിനെ കൂടുതൽ അനുഗ്രഹിക്കാൻ സംഭവിച്ചതാണ് മൂന്നാമത്തെ അത്ഭുതം. അക്കാലത്ത് നീരാവി കപ്പലുകൾ ഉണ്ടായിരുന്നില്ല, പായക്കപ്പലുകളായിരുന്നു ഉണ്ടായിരുന്നത്.